അമുസ്ലിങ്ങളോട് സൗഹൃദം പുലർത്താൻ ഇസ്ലാം നമ്മളോട് പറയുന്നു. മറ്റു മതസ്ഥരോടുമുള്ള സാഹോദര്യത്തിന് അവരുടെ വിശ്വാസമോ മറ്റോ നമുക്ക് എതിരാവരുതെന്ന് കൃത്യമായി ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നു. ഇങ്ങനെ തുടങ്ങിയിട്ട് എല്ലാ മതക്കാരും അംഗീകരിക്കുന്ന മറ്റു മതക്കാരൊക്കെ പരിചയപ്പെടുത്തുന്ന പ്രവാചകന്മാരെ അവരിഷ്ടപ്പെടുന്നതിനേക്കാൾ മുസ്ലിം ഇഷ്ടപ്പെടുന്നു. പ്രത്യേകം പരിഗണിക്കേണ്ടതല്ല അത്. യേശുക്രിസ്തുവിന്റെ ആളുകൾ യേശുക്രിസ്തുവിനെ പരിഗണിക്കുന്നതിനേക്കാൾ മുസ്ലിം പരിഗണിക്കുന്നു. യേശുക്രിസ്തുവിന്റെ പേര് കേൾക്കുമ്പോഴേക്ക് അവർക്ക് പ്രത്യേകിച്ച് ചടങ്ങുകളൊന്നുമില്ല. ഈസ എന്ന് ഞാൻ പറഞ്ഞാൽ ഈസാ ഒന്നിച്ചു പറയും അലൈഹിസ്സലാം, അള്ളാഹുവിന്റെ രക്ഷ അദ്ദേഹത്തിന് ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥന നടത്തും. ഖുർആൻ അത് പ്രത്യേകമായിട്ട് തന്നെ പറഞ്ഞു, തുഫരിഖു ബൈന അഹദിൻ മിർ റുസുലി, അല്ലേ? ഒരു പ്രവാചകന്റെയും ഇടയിൽ നമുക്ക് ഭേദം കാണിക്കാൻ പാടില്ല. ഒരാൾ അംഗീകരിക്കും, മറ്റൊരാൾ അംഗീകരിക്കൂല എന്ന രീതിയിലേക്ക് നമുക്കൊന്നും, ഒരു പ്രവൃത്തിയും ഒരു വിശ്വാസവും വെച്ച് പുലർത്താൻ പാടില്ല. ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞത് മതത്തിന്റെ സൗഹൃദത്തെക്കുറിച്ചാണ്, മതത്തിന്റെ സ്നേഹത്തെക്കുറിച്ചാണ്, കാരുണ്യത്തെക്കുറിച്ചാണ്. ഇത് സൃഷ്ടി എന്ന രീതിയിൽ എല്ലാവരോടും നമ്മൾ അർപ്പിക്കേണ്ടതുമാണ്. ഇങ്ങനെയൊക്കെ വരുമ്പോഴും നമ്മൾ നേരത്തെ ഓതിയതുപോലെ മനുഷ്യർക്കിടയിൽ ഭിന്നതകൾ ഉണ്ടാകും. ഭിന്നതകൾ ഒരു പ്രശ്നത്തിലേക്ക് പോവാതിരിക്കാൻ എന്തുണ്ട് പരിഹാരം? അതാണ് നമ്മൾ വളരെ ഗൗരവത്തോടെ ചർച്ച ചെയ്യേണ്ടത്. ചില ആളുകൾ പറയുന്ന പരിഹാരം എന്താണ്? സർവമത സത്യവാദം. എല്ലാ മതവും സത്യമാണ്, എല്ലാ മതവും ശരിയാണ് എന്ന് എല്ലാവരും അംഗീകരിക്കുക എന്നുള്ളതാണ്. ഇതിന്റെ അർത്ഥം ഒരു മതത്തെയും അംഗീകരിക്കാതിരിക്കുക എന്നതാണ്. ആളുകൾക്കിടയിൽ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പലപ്പോഴും CH മുസ്തഫനെ പോലെയുള്ള ആളുകളൊക്കെ ഇതാ പറയണത്, എല്ലാം ശരിയാണ്. എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ മനസ്സിലാക്കുക, എല്ലാം ശരിയാണെന്ന് വിരുദ്ധമായ രണ്ട് ആദർശങ്ങളെ കുറിച്ച് എങ്ങനെ പറയാം? അതൊരു കാപ്പട്യല്ലേ, ആത്മവഞ്ചനയല്ലേ? ഒരു മതത്തിൽ ശുദ്ധമായ ഏകദൈവത്വം പഠിപ്പിക്കുന്നു, വേറൊരു മതത്തിൽ അനന്തകോടി ദൈവങ്ങളെ പരിചയപ്പെടുത്തുന്നു, പഠിപ്പിക്കുന്നു, വിശ്വസിക്കാൻ പറയുന്നു. ഇത് രണ്ടും കൂടി എങ്ങനെയാണ് ശരിയായി മാറുക? ഇത് രണ്ടും കൂടി എങ്ങനെയാണ് ശരിയാവുക? ഇപ്പൊ പകലാണ് എന്ന് നമ്മുടെയൊക്കെ ബോധ്യമാണ്. ഇപ്പൊ പകലും രാത്രിയുമാണെന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവുക? രണ്ടിനോട് രണ്ട് കൂട്ടിയാൽ 4 കിട്ടും എന്നത് ശരി, നമുക്കൊക്കെ അറിയാവുന്ന കാര്യം. പക്ഷെ രണ്ടിനോട് 2 കൂട്ടിയാൽ 4 കിട്ടും എന്നുള്ളതും ശരിയാണ്, 6 കിട്ടും എന്നുള്ളതും ശരിയാണ്, 8 കിട്ടും എന്ന് പറയുന്നതും ശരിയാണെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ആൾക്ക് എന്തോ കുറവുണ്ട് എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. എല്ലാം ശരിയാണ് എന്ന് പറയുന്നത് ഒന്നിനെയും അംഗീകരിക്കാത്ത രീതിയാണ്. അതുകൊണ്ട് തന്നെ സർവ മത സത്യവാദത്തിന്റെ ആളുകളൊക്കെ പരമാവധി അംഗീകരിച്ചത് എത്രയാണ്? സർവമത സത്യവാദത്തിന്റെ പ്രോക്താവായിട്ട് അറിയപ്പെടുന്നയാളാണ് സ്വാമി വിവേകാനന്ദൻ. ശ്രീ ശങ്കരാദ്വൈതത്തോട് യോജിക്കുന്ന അത്രമാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ ശരി. അദ്ദേഹത്തിന്റെ ശരി അത്രമാത്രമായിരുന്നു. അപ്പൊ സർവമതവും ശരിയാണ് എന്ന് പറയുന്നതാണ് ചില ആളുകൾ സൗഹൃദം പൂത്തുലയാൻ പരിഹാരമായി കാണുന്നത്. അത് അബദ്ധമാണ്, ആത്മവഞ്ചനയാണ്, ഒരു മതത്തെയും അംഗീകരിക്കാതിരിക്കലാണ്. അത് കൂടുതൽ വിശദീകരിക്കണമെന്നില്ല. അപ്പൊ നമ്മുടേത് മാത്രം ശരിയെന്ന് പറയാൻ പറ്റുമെന്നുള്ളതാണ് മറ്റൊരു പ്രശ്നം. അത് പറയാതെ എല്ലാം ശരിയെന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അത് നമ്മുടെ തന്നെ ആദർശത്തോട് വഞ്ചന നടത്തല്ലേ. ക്യാപിറ്റലിസ്റ്റുകൾക്ക് കമ്മ്യൂണിസ്റ്റുകാർ ശരിയാണെന്ന് അഭിപ്രായമുണ്ടോ? നമ്മൾ ആലോചിച്ച് നോക്കുക. നമ്മുടെ നാട്ടിലുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഓരോരുത്തരെടുക്കുക, മറ്റൊരു ടീം ശരിയാണെന്ന് അവർക്ക് അഭിപ്രായമുണ്ടോ? ചിലപ്പോൾ ഒരു അഡ്ജസ്റ്റ്മെന്റിന്റെ ഭാഗമായിട്ട് അവർ മുന്നണിയായിട്ടൊക്കെ പ്രവർത്തിക്കും. അപ്പോഴും അവരവരുടെ മൗലികത അവർ വെച്ച് പുലർത്തുകയും ചെയ്യും. ആ പൊതു മിനിമം ധാരണയിൽ അവർ മുന്നോട്ട് പോകും. പക്ഷേ ശരി അവരുടേത് മാത്രമാണെന്ന് അവർ വിശ്വസിക്കും, പ്രചരിക്കുകയും ചെയ്യും. ഏത് ആദർശവും അങ്ങനെ തന്നെയാണ്. ഏതാദർശവും അങ്ങനെ തന്നെയാണ്. തൃത്വദൈവത്തെ അംഗീകരിക്കാത്തത് ശരിയാണെന്ന് ക്രൈസ്തവർക്ക് അഭിപ്രായമുണ്ടോ? നമ്മൾ ആലോചിച്ച് നോക്കാലോ. യഹോവയാം ദൈവവും പരിശുദ്ധാത്മാം ദൈവവും ദൈവപുത്രൻ എന്നവർ പറയുന്ന യേശുവാൻ ദൈവവും, ഈ 3 ചേർന്ന തൃത്വം, ട്രിനിറ്റി, ഇതല്ല ശുദ്ധമായ ഏകദൈവ വിശ്വാസമാണ് ശരിയെന്ന് അവർക്ക് വാദമുണ്ടോ? ഇല്ല. ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല, എന്നിട്ട് പറയാം എല്ലാം ശരിയാണ്. അത് വെറും ചടങ്ങിന് പറയുന്നതാണ്. ഏത് ആദർശവും അതുമാത്രമാണ് ശരിയെന്ന് വിശ്വസിക്കുന്നു. അല്ലെങ്കിൽ അവർക്ക് നിലനിൽപ്പില്ല. കാരണം എല്ലാം ശരിയാണെങ്കിൽ പിന്നെ അവരുടേതുമായിട്ട് മുന്നോട്ട് പോകേണ്ട യാതൊരു കാര്യമില്ല. ചില ആളുകൾ അങ്ങനെയാണ്, സ്റ്റേജിൽ കയറിയിട്ട് എല്ലാ മതവും ശരിയാണെന്ന് പ്രസംഗിക്കുക. പിന്നെന്തിനാ മുസ്ലിം എന്ന് പറഞ്ഞു നടക്കുന്നത്?
എല്ലാ ആദർശവും എല്ലാ വിശ്വാസവും ശരിയാന്ന് പറയാ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആത്മവഞ്ചന നടത്തിയിട്ട് അത് പറഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെയാണെങ്കിൽ അവനൊരു മുസ്ലിം എന്ന് പറഞ്ഞ് നിൽക്കേണ്ട യാതൊരു കാര്യമില്ല. ഈ മതപരമായി നമ്മുടെയൊക്കെ ഉള്ളിലും അങ്ങനത്തെ ചില ചർച്ചകളുണ്ട്. ഐക്യം എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാ ആദർശവും ഒന്നിച്ച് നിൽക്കണം എന്ന് പറയാം. പിന്നെ എന്തിനാ വേറെ പള്ളി ഉണ്ടാക്കണേ? ആലോചിച്ച് നോക്കുങ്ങള്. വേറെ പള്ളി ഉണ്ടവർക്ക്, വേറെ ജുമ ഉണ്ടവർക്ക്, വേറെ നിക്കാഹ് രജിസ്റ്റർ ഉണ്ടവർക്ക്, പറ്റുമെങ്കിൽ സൗകര്യമൊക്കെ കിട്ടണമെങ്കിൽ വേറെ ഖബർസ്ഥാൻ ഉണ്ടവർക്ക്. അവരുടെ നിസ്കാരം വ്യത്യസ്തമാണ്, അവരുടെ ഖുതുബ വ്യത്യസ്തമാണ്. പച്ച മലയാളത്തിൽ ഓതണമെന്നവർ പറയും. അറബിയിലെ ഇമാമിനൊക്കെ കൊണ്ടുവന്ന് എല്ലാ മലയാളികളെയും നിർത്തിയിട്ട് അറബിയിൽ ഓതുകയും ചെയ്യും. അതന്നെ മറ്റൊരു വൈരുദ്ധ്യം. അങ്ങനെ എല്ലാ അർത്ഥത്തിലും വ്യത്യസ്തരാണ്. എന്നിട്ട് പറയാം നമ്മൾ സൗഹൃദം നിൽക്കണം, അതിന് വിരുദ്ധരാണ് മറ്റൊരു ടീം എന്നും പറഞ്ഞിട്ട് വ്യാപകമായി പ്രചാരണം നടത്തുക. ഇതിന് കാപ്പട്യം എന്നാണ് പറയാ, നിഫാഖ് എന്നാണ് പറയാ. അപ്പൊ എല്ലാം ശരിയാണ് എന്ന് പറയുന്നത് തീരെ ശരിയല്ലാത്തൊരാദർശമാകുന്നു. അത് രാഷ്ട്രീയ രംഗത്താണെങ്കിലും സാമൂഹിക രംഗത്താണെങ്കിലും മതരംഗത്താണെങ്കിലും എല്ലാം ശരി എന്നുള്ളത് ശരിയല്ല. പിന്നെ പ്രശ്നങ്ങളില്ലാതിരിക്കാൻ വേണ്ടി ചെയ്യേണ്ട മറ്റൊരു രീതി എന്താണ്? ചില ആളുകൾ സമർപ്പിക്കുന്നത് എല്ലാവരുടെ പരിപാടിയിലും നമ്മളും കൂടുക, നമ്മളെ പരിപാടിയിലൊക്കെ ഓലും കൂടുക എന്നുള്ളതാണ്. മതപരമായ മിംഗ്ലിംഗ്, കൂട്ടിച്ചേർക്കലുകൾ, ഇതും സത്യത്തിൽ പരമാബദ്ധമാകുന്നു.